ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് മാർത്തോമാ നസ്രാണി സംഘം. വിശ്വാസ സംഗമം ഡിസംബർ 17-ന്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് ഒത്തിരിയേറെ തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സന്ദർഭമായി. ഇതിനൊക്കെ ഒരു അവസാനം വരേണ്ട സമയം ആയിട്ടുണ്ട്. പരിശുദ്ധ മാർപ്പാപ്പ ഈ മാസം 7-ാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ സന്ദേശം നൽകിയിട്ടുണ്ടായി. ആ വീഡിയോ സന്ദേശത്തിൽ പരിശുദ്ധ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് ഡിസംബർ മാസം 25-ാം തീയതി, അതായത് പിറവി തിരുനാളിനോടുകൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഏകീകൃത ക്രമത്തിലുള്ള വിശുദ്ധ കുർബാന ആരംഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം മറ്റൊന്ന് രണ്ട് കാര്യങ്ങളും കൂടി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യം കാണിക്കാതെ വിഘടന സ്വഭാവം കാണിക്കുന്ന ആളുകളുടെ പേരിൽ വേദനയോടുകൂടിയാണെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടി വരും, കാനോനികമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിന് ഇടയാക്കരുത് എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. ഇപ്പം ചേർത്തലയിലെ മാർത്തോമാ നസ്രാണി സംഘം പ്രവർത്തകർ ഈ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ചേർത്തല ചിത്രാഞ്ജലി തിയേറ്ററിനടുത്തുള്ള ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് ഒരു സമ്മേളനം ചേരുന്നു. ചേർത്തല ഫൊറോനയിലെ 16-17 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികളും അടുത്തുള്ള ഫൊറോനയിൽ നിന്നുള്ള പ്രതിനിധികളും ഒക്കെ സ്വാഭാവികമായിട്ടും അതിൽ പങ്കെടുക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ക്രമം നടപ്പിലാക്കാൻ നടപടികൾ ശക്തമാക്കാൻ മാർത്തോമാ നസ്രാണി സംഘം. ഏകീകൃത കുർബാന സംബന്ധിച്ച് സഭയുടെ ഔദ്യോഗിക നിലപാട് മാർപ്പാപ്പ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതിനായി ചേർത്തലയിൽ 17-ന് വിശ്വാസി സംഗമം നടത്തും. ചേർത്തല ചിത്രാഞ്ജലിക്ക് സമീപമുള്ള ലയൺസ് ക്ലബ് ഹാളിൽ നടക്കുന്ന സംഗമത്തിൽ ഫെറോനയിലെ 17 ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികൾ പങ്കെടുക്കും. മാർത്തോമാ നസ്രാണി സംഘത്തിന്റെ കേന്ദ്ര ഭാരവാഹികളും പങ്കെടുക്കും. ഔദ്യോഗിക ബലിതർപ്പണം നടത്തുന്ന അതിരൂപതയിലെ വൈദികരെ സംഗമത്തിൽ ആദരിക്കും. സിനഡ് പിതാക്കന്മാര് മോശക്കാരാണ് എന്ന് പറഞ്ഞു. സിനഡ് മൊത്തത്തിൽ എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞു. ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പൗരസ്ത്യ സഭകളുടെ കാര്യാലയം അവർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഒരു വിഭാഗം മറ്റ് എല്ലാവരും തെറ്റുകാരാണെന്ന് പറയുകയും എന്നാൽ സ്വന്തം തെറ്റുകളെ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നത് വിശ്വാസ സമൂഹത്തിന് വലിയ ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയിലുണ്ടായിരുന്ന 24 റീത്തുകൾ കൂടുന്ന കത്തോലിക്ക സഭയിലെ ഒരു റീത്തിൽ മാത്രം ഉണ്ടായിരുന്ന വിഷയം ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ മുഴുവനുമുള്ള ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം അത് സീറോ മലബാർ സഭയുടെ വിഷയങ്ങളിൽ നിന്ന് മാറി മാർപ്പാപ്പയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലിന് ഇവിടുത്തെ വൈദികർ തയ്യാറാകുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ വേദനാജനകമാണ്. സഭാ സമൂഹത്തെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരവുമാണ്. ആയതിനാൽ തന്നെ ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സഭയുടെ ഉന്നതനായ അതിന്റെ ഏറ്റവും ആരാധ്യനായ അനിഷേധ്യനായ പിതാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടക്കുറവുണ്ടെങ്കിലും അത് അംഗീകരിക്കാനായിട്ടുള്ള ഒരു സാമാന്യ മര്യാദ നമ്മളുടെ വൈദികരിൽ നിന്നുണ്ടാകണം എന്ന് MDNS ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്.